Good morning, students. Now, university question. The time in hours required to repair a machine is exponentially distributed with mean 2. What is the probability that the repairing time is? The first question at most 1 hour. Second question at least 30 minutes. The May 2020 ചോദിച്ച ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ രണ്ടാമത്തെ മോഡ്യൂളായ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ തന്നിരിക്കുന്ന പ്രോബ്ലം എക്സ്പോണൻഷ്യലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആദ്യം. എന്താണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് exponential distribution. Exponential distribution is f of x is equal to, a formula is f of x equal to lambda into e raised to minus lambda x, x greater than equal to 0, 0 x. So, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വന്നു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സ്പോണൻഷ്യലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നതുകൊണ്ട് ഫസ്റ്റ് വി റൈറ്റ്സ് the probability density function of exponential distribution. And the answer is f of x equal to lambda into e raised to minus lambda x, x greater than equal to 0, 0 x. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് മീൻ തന്നിട്ടുണ്ട്. മീൻ എത്രയാണ് തന്നിരിക്കുന്നത്? 2. മീൻ കാണാനുള്ള ഫോർമുല മീൻ is equal to 1 by lambda. Exponential distribution mean is equal to 1 by lambda ആണ്. അതിൽ variance is equal to 1 by lambda square ആണ്. ഇവിടെ mean is equal to 1 by lambda. mean എത്രയാണ് തന്നിരിക്കുന്നത്? 2 എന്ന് തന്നിരിക്കുന്നത്. Therefore lambda യുടെ വാല്യൂ എന്തായിരിക്കും? 1 by 2. അപ്പോൾ lambda യുടെ വാല്യൂ നമുക്ക് കിട്ടി. lambda is equal to 1 by 2. Therefore f of x is equal to 1 by 2 e raised to minus 1 by 2x, x greater than equal to 0, 0. നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഈ ഒരു പ്രോബ്ലത്തിലെ ലാംഡയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ലാംഡയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? ലാംഡ is equal to 1 by 2. Therefore f of x is equal to 1 by 2 e raised to minus 1 by 2x, x greater than equal to 0, 0 x. ഇനി നമുക്ക് രണ്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഫസ്റ്റ് പ്രോബബിലിറ്റി ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? അറ്റ്മോസ്റ്റ് 1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി what is the probability that the repairing time is at most 1 hour. അപ്പോൾ നമ്മൾ at most 1 hour എന്ന് പറഞ്ഞാൽ x less than equal to 1. x less than equal to 1. അപ്പോൾ നമ്മുടെ ഇതിലെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഇന്റഗ്രേഷൻ ആണ് കിട്ടുന്നത്. ഇന്റഗ്രേഷൻ ഇന്റഗ്രൽ ഓഫ് 0 ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് 1. ഇവിടെ f of x എന്ന് പറയുന്നത് എന്താണ്? 1 by 2 e raised to minus 1 by 2x. ഇങ്ങനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. e raised to minus 1 by 2x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 by 2 e raised to minus 1 by 2x by minus 1 by 2 lower limit 0 upper limit 1. then നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്താണ്? 1 by 2 1 by 2 കട്ടായി പോകും, മൈനസ് വരും. മൈനസ് അപ്പർ ലിമിറ്റ് നമ്മൾ 1 കൊടുക്കുമ്പോൾ e raised to minus 1 by 2 വരും. ലോവർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ 1 വരും. അപ്പോൾ നമുക്ക് ആൻസർ 1 minus e raised to minus 1 by 2. 1 minus e raised to minus 1 by 2 അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0.3936. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് കിട്ടിയത്? 0.3936. ഇവിടെ നമ്മൾ ചെയ്തത് ആദ്യം പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതി. ആ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ലാംഡ എന്നുള്ള പാരാമീറ്റർ നമ്മൾ കണ്ടുപിടിച്ചു. ബൈ ദ കണ്ടീഷൻ mean is equal to 1 by lambda, that is equal to 2, therefore lambda is equal to 1 by 2. ആ ഫംഗ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്തു വിത്തിൻ ദ ലിമിറ്റ് 0 to 1. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ്. പ്രോബബിലിറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്നുള്ളത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 by 2. 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 0.5. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഈസ് ഈക്വൽ ടു 1 by 2 ആയിരിക്കും. നമുക്ക് ഇങ്ങനെ എഴുതാം 0.5. Therefore നമ്മുടെ ഇന്റഗ്രേഷൻ എഴുതുമ്പോൾ 0 ലോവർ ലിമിറ്റ് 0.5 അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി. ലോവർ ലിമിറ്റ് 0.5 വരും, അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി വരും. നമ്മുടെ ഫംഗ്ഷൻ എഴുതാം. ഫംഗ്ഷൻ എന്താണ്? 1 by 2 e raised to minus x by 2. 1 by 2 നമുക്ക് പുറത്തേക്ക് എഴുതാം.
അടുത്തേക്ക് എഴുതി കഴിഞ്ഞിട്ട് e raised to minus x/2 minus 1/2 0.5 to infinity. ഇനി അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ 1/2 കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി നമുക്ക് മൈനസ് ഉണ്ട്. e raised to അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e raised to minus infinity 0 ആണ്. e raised to minus 0.5 divided by 2. That is plus e raised to minus 0.5 by 2. Minus വരുമ്പോൾ e raised to plus 0.5 by 2. എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to minus 0.25. 0.25. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 0.778. രണ്ടാമത്തെ ക്വസ്റ്റിന്റെ പ്രോബിലിറ്റി എത്ര കിട്ടി? 0.778. ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സ്പോണൻഷ്യലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് ഫസ്റ്റ് വി റൈറ്റ് ദി പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ ആദ്യം എഴുതി വെച്ചു. അത് എഴുതിയതിനു ശേഷം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ മീൻ വന്നിട്ടുണ്ട്. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/λ ആണ്. ഇവിടെ മീൻ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എത്രയാണ്? മീൻ is equal to 2 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പൊ 1/λ is equal to 2 ആകുമ്പോൾ ലാംഡയുടെ വാല്യൂ എത്രയാണ്? 1/2. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ കൊടുത്തു കൊടുത്തു കഴിയുമ്പോൾ 1/2 e raised to minus 1/2 x = 0. ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യനും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രോബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഈക്വൽ ടു 1. ലെസ് ദാൻ ഈക്വൽ ടു 1 വരുമ്പോൾ ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് 1 വെച്ചിട്ട് നമ്മൾ ആ ഫംഗ്ഷനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു, ഇവാലുവേറ്റ് ചെയ്തു. നമുക്ക് ആൻസർ എത്ര കിട്ടി? 0.39. രണ്ടാമത്തെ കേസിൽ പ്രോബിലിറ്റി x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0.5. കാരണം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1/2. അപ്പൊ നമ്മൾ അത് ചെയ്യുമ്പോൾ ലോവർ ലിമിറ്റ് 0.5, അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി. നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 0.778. എല്ലാവരും എഴുതിയെടുക്കാം. 2020 ചോദിച്ച ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.